ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആൻഡ്രോയിഡ് DSP ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഇന്ന് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ പ്രൈസ് കുറഞ്ഞ ആൻഡ്രോയിഡ് സ്ക്രീനുകൾക്ക് ഓഡിയോ ക്വാളിറ്റി ഒരിക്കലും കിട്ടില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഓഡിയോ ക്വാളിറ്റി കിട്ടാനായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ആൻഡ്രോയിഡ് സ്ക്രീന്, ഇത് വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫ്രെയിം, ഇതാണ് ആ ആംപ്ലിഫയർ വരുന്നത്. ജസ്റ്റ് ഇത് വണ്ടിക്ക് കൊടുക്കുന്ന കപ്ലെയർ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നല്ല ക്ലീൻ സൗണ്ട്, അതേപോലെ ഡീപ്പായിട്ടുള്ള ബാസ്, അതേപോലെ ഇതിൻ്റെ വോക്കൽ പക്ക ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ നമുക്ക് ഇത് രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഇതിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ ഫോണിൽ, ആൻഡ്രോയിഡിൽ, അതേപോലെ iOSൽ ഏത് ഫോണാണെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഈക്വലൈസർ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഡോറ്, അതേപോലെ റിയർ ഡോറ്, സബ് വൂഫർ എല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അതായത് പഴയ വണ്ടികൾക്ക് സ്റ്റോക്ക് സ്പീക്കേഴ്സാണ് ഉള്ളതെങ്കിൽ നമുക്കിതിൽ കൂടുതലൊന്നും സൗണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 30 to 40% നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമുക്കിതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് സ്പീക്കേഴ്സ് ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതിനെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ, ഇനി അതെല്ലാം ഡെലിവറി, അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ബയോയിൽ നമ്മളെ നമ്പറുണ്ട്. ഇനി അതെല്ലാം ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി.